എഴുത്തുകാർ. അതായത് തൂലിക നാമങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഒരു നിക് നെയിം ഉള്ളതുപോലെ നമ്മുടെ എഴുത്തുകാർക്കും ഒക്കെ ഒരു നിക് നെയിംസ് ഉണ്ട്. അപ്പോൾ ഇത് പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് പഠിക്കുന്നതിനേക്കാളും നമുക്ക് സിമ്പിൾ കോഡ് യൂസ് ചെയ്യാം, മെമ്മറി ട്രിക്സ് യൂസ് ചെയ്തൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ എളുപ്പമായിട്ട് തോന്നും. സോ നോക്കിയേ, ഫസ്റ്റ് വൺ ഈസ്, എന്താ ഫസ്റ്റ് കൊടുത്തേക്കുന്നത്? കാക്കനാടൻ. ഓക്കെ, കാക്കനാടൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയാണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. കാക്കനാടൻ്റെ യഥാർത്ഥ പേരെന്താണ്? ജോർജ് വർഗീസ്. കാക്കനാടൻ ജോർജ് വർഗീസ്. അതുപോലെ തന്നെ ചെറുകാട്, മലങ്കാടൻ, 2 പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ഗോവിന്ദ പിഷാരടി. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് നമ്മളിപ്പോൾ കാക്കനാടനെ ഓർക്കാനായിട്ട് ജോർജ് കാക്കയെന്നോ അല്ലെങ്കിൽ വർഗീസ് കാക്കയെന്നൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അതുപോലെ തന്നെ ചെറുകാട്, മലങ്കാടൻ എന്നിവ നമ്മുടെ പിഷാരടിയെ ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. പിഷാരടി ഒരു ചെറിയ കാട്ടിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു മലയിൽ നിൽക്കുന്നു എന്നൊക്കെ ഓർത്ത് വെച്ചിരിക്കുമ്പോൾ പി ഗോവിന്ദ പിഷാരടി എന്ന് പറയുന്ന പേര് നമുക്ക് ഓർത്ത് വയ്ക്കാം. പിന്നെ നോക്കിയേ, പവനൻ. പവനൻ നാരായണൻ നായർ. PV നാരായണൻ നായരാണ് പവനൻ. ആ പവനൻ, അത് തന്നെ PV എന്ന് പറഞ്ഞ് ഓർത്ത് വയ്ക്കാം. നാരായണൻ നായർ, പവനൻ. ഒരു പവൻ്റെ വില ആലോചിച്ച് വെച്ചിട്ട് നാരായണൻ നായരൊക്കെ എങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ചാൽ മതി. PV നാരായണൻ നായർ. ദെൻ D ഉബൈദ് എന്ന് പറയുന്നത് അബ്ദുറഹ്മാനാണ്. D ഉബൈദ് എന്ന് പറയുന്നത് അബ്ദുറഹ്മാനാണ്. ആശാ മേനോൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? K ശ്രീകുമാർ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആശാ മേനോൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സ്ത്രീ എഴുത്തുകാരി എന്നൊക്കെയാണ് തോന്നുക, പക്ഷെ അല്ല. ആശാ മേനോൻ എന്ന് പറയുമ്പോൾ K ശ്രീകുമാറാണ്. നമുക്കിപ്പോൾ ഓരോ എഴുത്തുകാരെ പറ്റി നമുക്ക് വേണമെങ്കിൽ കൂടുതൽ പഠിക്കാം, പക്ഷെ നമുക്ക് ആരാണ് എന്താണ് എന്നൊക്കെ അറിയുന്നത് നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമ്മൾ PSCക്ക് പഠിക്കുമ്പോൾ നമുക്കെന്താണ് അതിൻ്റെ ഒരു ബേസിക് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ദെൻ മൂലൂർ നമ്മളത് കേട്ടിട്ടുണ്ട്. മലയാള ചരിത്രം പഠിക്കുന്നവർക്കൊക്കെ എനിക്ക് തോന്നുന്നു മൂലൂരിനെ പറ്റി അറിയാം. S പത്മനാഭ പണിക്കർ. മൂലൂർ S പത്മനാഭ പണിക്കർ. ദെൻ അടുത്തത് നോക്കിയേ, പാറപ്പുറത്ത് EK മത്തായി. അപ്പം നമുക്ക് എങ്ങനെ പറയാം? മത്തായി പാറപ്പുറത്തിരിക്കുന്നു എന്നൊക്കെ ഓർത്ത് വയ്ക്കുമ്പോൾ ആ മത്തായി കിട്ടി. ദെൻ വിലാസിനി, എല്ലാവരും തെറ്റിപ്പോകുന്നതും ബട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമായിട്ടുള്ളൊരു പേരാണ്. വിലാസിനി എന്ന് പറയുന്നത് ഒരു അവകാശികളൊക്കെ എഴുതിയത് വിലാസിനി MK മേനോനാണ്. കുട്ടിക്കാലത്തൊക്കെ ഞാനും വിചാരിച്ചിരുന്നത് ഒരു സ്ത്രീയാണെന്നായിരുന്നു അല്ലേ. ദെൻ കോവിലൻ VV അയ്യപ്പൻ. എനിക്ക് തോന്നുന്നു നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പണ്ട് പഠിച്ചിരുന്നൊരു മന്റം എന്ന് പറയുന്നൊരു പാഠത്തിലൊക്കെ കോവിലനുണ്ട്. ദെൻ കപിലൻ K പത്മനാഭൻ നായർ. ദെൻ പ്രഭ, അത് വളരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരെണ്ണമാണ്. പ്രഭ വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം ആ ഒരു പേരിലായിരുന്നു പണ്ട് എഴുതിയിരുന്നത്. ചില വിവാദപരമായിട്ടുള്ള ലേഖനങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നന്ദനാർ PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് നന്ദനാർ PC ഗോപാലൻ. ഉറൂബ് നമുക്കറിയാം, എന്താ? PC കുട്ടിക്കൃഷ്ണൻ. ഓക്കെ, അപ്പോൾ ഇതുവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കാം. കാക്കനാടൻ ജോർജ് കാക്ക അല്ലെ ജോർജ് വർഗീസ്. ദെൻ ചെറുകാട് മലങ്കാടൻ P ഗോവിന്ദ പിഷാരടി. ദെൻ ആരാണ്? പവനൻ PV നാരായണൻ നായർ. D ഉബൈദ് അബ്ദുൾ റഹ്മാൻ. ആശാ മേനോൻ K ശ്രീകുമാർ. മൂലൂർ S പത്മനാഭ പണിക്കർ. പാറപ്പുറത്ത് K മത്തായി. വിലാസിനി MK മേനോൻ. കോവിലൻ VV അയ്യപ്പൻ. കപിലൻ K പത്മനാഭൻ നായർ. പ്രഭ വൈക്കം മുഹമ്മദ് ബഷീർ.